എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കനകജുറ, കസിൻസ് ആൻഡ് കല്യാൺസ്, സ്പൈഡർ നോയർ എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് കനകജുറ എന്ന സൈക്കോളജിക്കൽ ത്രില്ലർ വെബ് സീരീസിനെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സോണി ലീവാണ് ഈ ഒരു വെബ് സീരീസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കനകജുറ സോണി ലീവിൽ മെയ് 30-ന് OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് കസിൻസ് ആൻഡ് കല്യാൺസ് എന്ന വെബ് സീരീസിനെ പറ്റിയാണ്. ഇതൊരു മലയാള റൊമാൻറ്റിക് കോമഡി വെബ് സീരീസ് ആണ്. കുടുംബ ബന്ധങ്ങളും കസിൻസും തമ്മിലുള്ള ഫൺ മൊമെന്റ്സ് ആണ് ഈ ഒരു സീരീസിൽ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സീരീസിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. മെയ് 22-നായിരുന്നു ഈ ഒരു സീരീസിന്റെ OTT റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. വെബ് സീരീസിന്റെ OTT മാറ്റിവെച്ചിരിക്കുന്നു. മെയ് 29-ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സീരീസിന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് സ്പൈഡർ നോയർ എന്ന വെബ് സീരീസിനെ പറ്റിയാണ്. ഇതൊരു ഹോളിവുഡ് സൂപ്പർ ഹീറോ ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ്. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിൽ മെയ് 27-ന് ഈ ഒരു സീരീസിന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് പള്ളിച്ചട്ടമ്പി എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു പീരിയഡ് ആക്ഷൻ ഡ്രാമ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മലയാളം മനോരമ മാക്സ് ആണ്. ജൂൺ ആദ്യവാരം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് സ്പാ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു മലയാള കോമഡി ഡ്രാമ സിനിമയാണ്. അബ്രിത് ഷൈൻ സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയിൽ ഇപ്പോഴിതാ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മനോരമ മാക്സ് ആണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ഈ മാസം അവസാനം തന്നെ ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് പാട്രിയോട്ട് എന്ന സിനിമയെ പറ്റിയാണ്. പാട്രിയോട്ട് ഒരു മലയാള പൊളിറ്റിക്കൽ സ്പൈ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT C5 ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ 5-ന് പാട്രിയോട്ടിന്റെ OTT C5-ൽ ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെ പറ്റിയാണ്. തങ്കമണി ഒരു മലയാള ക്രൈം ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മനോരമ മാക്സ് ആണ് തങ്കമണി വാങ്ങിച്ചിരിക്കുന്നത്. ദിലീപ്, നിത പിള്ളൈ, പ്രണീത സുഭാഷ് എന്നിവരാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സ് ഈ മാസം അവസാനം തന്നെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് മാരവില്ലിൻ ഗോപുരങ്ങൾ എന്ന സിനിമയെ പറ്റിയാണ്. മാരവില്ലിൻ ഗോപുരങ്ങൾ ഒരു മലയാള റൊമാൻറ്റിക് കോമഡി സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. ഈ മാസം അവസാനം തന്നെ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ഫേസസ് എന്ന മലയാള സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് സൺനെക്സ്റ്റ് ആണ്. മെയ് 29-ന് സൺനെക്സ്റ്റിൽ ഫേസസിന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് കറ എന്ന ആക്ഷൻ ത്രില്ലർ സിനിമയെ പറ്റിയാണ്. വിഘ്നേഷ് രാജ സംവിധാനം ചെയ്ത ഈ ഒരു സിനിമയിൽ ധനുഷ്, മമിത ബൈജു എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് കറയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കറ നെറ്റ്ഫ്ലിക്സിൽ മെയ് 28-ന് OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയെ പറ്റിയാണ്. ഗെറ്റ് സെറ്റ് ബേബി ഒരു മലയാള ഫാമിലി കോമഡി ഡ്രാമ സിനിമയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. വിനയ് ഗോവിന്ദാണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മനോരമ മാക്സിൽ ഈ ഒരു സിനിമയുടെ OTT മെയ് അവസാനം തന്നെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ദൃഢം എന്ന സിനിമയെ പറ്റിയാണ്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. മെയ് 8-നായിരുന്നു ഈ ഒരു സിനിമ തിയേറ്ററിൽ റിലീസായത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ ആദ്യവാരം തന്നെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് പൃഥ്വിരാജ് നായകനായ വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. മലയാള ആക്ഷൻ ഡ്രാമ സിനിമയാണ് വിലായത്ത് ബുദ്ധ. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വിലായത്ത് ബുദ്ധയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. മെയ് അവസാനം തന്നെ വിലായത്ത് ബുദ്ധയുടെ OTT റിലീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.